മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്? സ്ത്രീവിരുദ്ധ പരാമർശം വ്യാപകമായിട്ടുള്ള പരാതി വരുന്നുണ്ട്. പെൺകുട്ടികൾ മാത്രം അമ്മമാരുടെയോ അല്ലെങ്കിൽ മദർക്കളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മതി ചെയ്യാൻ പറഞ്ഞ ശരിയായോ? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. നിങ്ങളെല്ലാം വാർത്ത കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അതിന്റെ വിഷ്വൽ കണ്ടോ? വിഷ്വൽ കണ്ടിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിന്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. എൻ്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും, അവർ പ്രത്യേകമായ ഭക്ഷണം. എന്നിട്ട് പക്ഷേ അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കൾ എന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെയാണ് പ്രത്യേകം? അല്ലല്ല, അതല്ല ഉദ്ദേശം. നിങ്ങള് മൈക്രോസ്കോപ്പ് അല്ലല്ല, കുറച്ച് ആളുകൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകും നോക്കണം. മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം എന്നാണ്. എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണത്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണം എന്ന് പറയില്ല. നിങ്ങൾ ഇത്രയും താഴോട്ട് പോരുത്, ഇത്രയും താഴോട്ട് പോരുത്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. അല്ലല്ല, എന്റെ വെയിറ്റ് എന്റെ ക്രെഡിബിലിറ്റി ഒന്നും പോയില്ല. എന്റെ വിശ്വാസതയും എനിക്ക് ഈ നിലപാട് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാൻ സ്ത്രീകളെ KSRTC ബസ് കയറ്റി 16-ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എനി മോർ ക്വസ്റ്റ്യൻ? ഇത് അനുവദിക്കാൻ പറ്റില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. അല്ലല്ല, ഞാൻ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല. എനിക്കെല്ലാമായി